Boing Boing, co-powered by Damro Furniture. Boing, boing. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം. ആരാണ് ഈ വാട്ടർ തീം പാർക്കിലെ അമ്യൂസ്മെന്റ് റൈഡ് പോകാൻ ആഗ്രഹിക്കാത്തത്? അതും കുറച്ച് തമാശകളും കുറച്ച് റിസ്കും ചേർന്നിട്ടുള്ള അടിപൊളി ഒരു മണിക്കൂർ കാണുക, ആസ്വദിക്കുക. That is Boing Boing, co-powered by Damro Furniture. ദീപ, ഈ അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് ആഗ്രഹിക്കാത്ത ആളെ പറ്റി ചോദിച്ചല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സമയത്ത് ഇത് ആഗ്രഹിക്കാണ്ട് നിന്ന് വരുന്നുണ്ട്. എപ്പോഴെന്നറിയോ, ഒരു തവണ പാലക്കാടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയ സമയത്ത് ആ ഒരു കുഴലിലൂടെ പോകുന്ന സംഭവമില്ലേ, ആ കുഴലിലൂടെ പോയപ്പോ പകുതിക്ക് വെച്ചിട്ട് ഞാൻ അതിൽ കുടുങ്ങിപ്പോയി. അതാണ് പറയുന്നത്, അന്നേരം ഞാൻ ആഗ്രഹിച്ചു ഇതിൽ കയറണ്ടായിരുന്നു. ഈ പന പോലെ വളർന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലായല്ലോ, മെഷർമെന്റ് ഉണ്ട്. അന്ന് ചെറുതായിരുന്നു, ചെറുപ്പത്തിലാണ്. അപ്പൊ അന്നേ നീ ഇങ്ങനെ കുഴലിൽ പെട്ടുപോകുന്ന കാലം. ഇതിന്റെ പുറകിലൂടെ കുറെ ആൾക്കാർ തള്ളിവിട്ടിട്ട് അവര് തള്ളിവിട്ടിട്ട് ഞാൻ പുറത്തു വന്നത്. അവര് തള്ളിവിട്ടിട്ട് എവിടെ നിനക്ക് തള്ളാൻ പുറകിൽ ഒരാൾ വേണം. ഞാൻ എപ്പോഴും തള്ളാൻ കുറച്ച് ആൾക്കാരെ ഞാൻ മുന്നോട്ട്. സത്യം പറഞ്ഞ ഈ പറഞ്ഞത് തള്ളാണോ? അല്ല, ഇത് സീരിയസ്ലി ഇത് സത്യമാണ്, നടന്നാണ് ഒരു തിക്താനുഭവമാണ്. ശരി, ഇവിടെ നിനക്ക് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാണ്? ആ റൈഡ് ഏതാന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കേക്കട്ടെ, പ്രേക്ഷകർ അറിയാൻ. എനിക്ക് ഏറ്റവും എളുപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടായിരുന്ന നീ പോമോനെ ദിനേശ എന്നുള്ളത്. അതാകുമ്പോ റിസ്ക് ഇല്ലല്ലോ, കൊണ്ടുവന്ന് മറിച്ചിടുക. നിനക്ക് ഇത് നമ്മുടെ ഈ സവാരിഗിരി ഇത് നല്ല രസമുള്ള സംഭവമാണ്. പക്ഷെ ബാഹുബലി ബോയ്സിനെ പറ്റിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് വേണ്ട. കാരണം നമ്മുടെ സവാരിഗിരി കാണുന്ന പ്രേക്ഷകർ ചോദിക്കുന്നതാണ്, ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇവരുടെ ഈ ബലവും ഇവരുടെ ഈ തള്ളി മറിച്ചിലൊക്കെ കാണുമ്പോൾ ഇത് തന്നെയാണ് ആ പ്രേക്ഷകർ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നും പതുപോലെ അവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അതിനു മുന്നേ ഞങ്ങൾ ഇരുത്തിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാരണം എപ്പോഴും ടീം എയിലും ടീം ബിയിലും നല്ല കുറച്ച് സുന്ദരിമാർ, കുറച്ച് സെലിബ്രിറ്റീസ് എല്ലാവരും പതുപോലെ വരാറുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ഗേൾസ് ഫ്രം ടീം എ. അതുപോലെ അഡാർ ടീം, സൂപ്പർ ടീം, ടീം ബി. അഡാർ ടീം പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ടീം എയെ പരിചയപ്പെടാം. മലയാളം മിനി സ്ക്രീനിൽ അത്യാവശ്യം വളരെയധികം റേറ്റിംഗിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന സീരിയലിൽ മെയിൻ ലീഡ് ചെയ്ത് വില്ലത്തി, അതുപോലെ തന്നെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് വളരെ ഹിറ്റ്, പ്രേക്ഷകരുടെ വളരെ ഇഷ്ട താരമായിട്ടുള്ള ഷാലു കുര്യൻ. വെൽക്കം ദ ഷോ. താങ്ക് യു. ഓക്കെ, ഷാലു പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായിരിക്കുന്നു. ഞാൻ ഈ ഷോ കാണാറുണ്ട്. അപ്പൊ കണ്ട് നമുക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ഈ വില്ലത്തിയായിട്ടുള്ള ആൾക്കാർ പബ്ലിക്കിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോ ഈ അമ്മച്ചിമാർ അങ്ങനെ ഇത് വളരെ സെന്റിമെന്റൽ ആയിട്ട് കാണുന്ന ആൾക്കാരുടെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്ത വില്ലത്തി എന്ന് പറയുമ്പോ എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വില്ലത്തിയാണ്. കാരണം അമ്മയുടെ ഈ നിർദ്ദേശപ്രകാരമാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞപ്പോ എങ്ങനെയാണ്? അമ്മയുടെ നിർദ്ദേശപ്രകാരമാണോ ദാമ്പത്യ ലൈഫ് പോകുന്നത്? ഇല്ല, ഞാൻ നല്ല തങ്കക്കുടം പോലത്തെ മരുമകളാണ്. തങ്കക്കുടം പോലത്തെ ആള് പറയൂ, തങ്കക്കുടം പോലത്തെ ഹസ്ബൻഡ് ആണോ? തങ്കക്കുടം പോലുള്ള. അതോ ചെമ്പുക്കുടം പോലെയാണോ? അല്ല, തങ്കക്കുടമാണ്. തങ്കക്കുടം തന്നെ. അപ്പൊ രണ്ട് തങ്കക്കുടമാണ്. നല്ലൊരു കൈയടി പ്ലീസ്. അടുത്ത് നമുക്ക് പരിചയപ്പെടാം. അത്യാവശ്യം മലയാള സിനിമയും അതുപോലെ തന്നെ സീരിയലിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. വെൽക്കം ദ ഷോ. ഓക്കെ, അത്യാവശ്യം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ കുട്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ എല്ലാ മെയിൻ സീരിയലിൽ മെയിൻ നായകന്റെ നായികയുടെ പെങ്ങളായിട്ട് മാത്രമേ അഭിനയിക്കാറുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ പെങ്ങൾമാരുടെ വേഷമാണ് കിട്ടിയത്. അപ്പൊ കിട്ടിയ അത് നമ്മൾ ചെയ്തു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് മമ്മി, പപ്പ, അപ്പൂപ്പൻ, 2 അനിയന്മാരുണ്ട്. 2 അനിയന്മാരാണ്. ഓക്കെ, നമുക്ക് അടുത്ത് പരിചയപ്പെടാം. മലയാള സിനിമയിലും അതുപോലെ തന്നെ സീരിയലിലും എല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദ ഷോ ധനിഷ. ധനിഷ പറയൂ, എന്താണ് ബോയിങ് വരാൻ ഉണ്ടായ ഒരു അനുഭവം? ഈ ടാസ്ക് എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാൻ. സോ ആ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ ടീം എ പരിചയപ്പെട്ടല്ലോ. അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ ഗെയിം വിജയിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. പ്രോമിസ്. Okay, all the best guys. ഇനി ടീം ബിയിലേക്ക് പോകുമ്പോ നിങ്ങൾ സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടിറക്കി, നമ്മൾ എല്ലാ ദിവസവും ഇറക്കുന്നതാണ്. പക്ഷെ ഞാൻ സെലിബ്രിറ്റീസത്തിനപ്പുറത്ത് അനുഭവ സംഭവത്തിനാണ് ഇത്തവണ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമതിരിക്കുന്ന ആ സുന്ദരിയെ നോക്കിയേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് കണ്ടു പരിചയമുള്ള മുഖം ഐശ്വര്യ ഒരു തവണ ബോയിങ്ങിൽ ഫൈറ്റ് ചെയ്ത് വിജയിച്ച ടീമിൽ ഉള്ള ആളായിരുന്നു. ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു, TV വാങ്ങിയ ആളായിരുന്നു. അങ്ങനെ നീ ഡയലൂട്ട് ചെയ്ത് വെള്ളം ചേർത്ത് പറയണ്ട. ഐശ്വര്യ വിജയിച്ച ഏത് ടീമിലുണ്ടായിരുന്നു? അല്ല, അന്നേരം നിന്റെ ടീമിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. സാധാരണ ബോയിൽ മത്സരിക്കുന്ന കുട്ടികൾ പോയിട്ട് തിരിച്ചു വരാറുണ്ട്. പക്ഷേ ആ തിരിച്ചു വരുന്നതിൽ ഒരു മാറ്റമുണ്ട്. കാരണം ഈ വന്ന് എന്റെ ടീമിൽ വന്ന് ജയിച്ചു പോകുന്ന കുട്ടികളെ പിക്ക് ചെയ്ത് അടുത്ത് നിന്റെ ടീമിൽ കൊണ്ടുവരുന്ന പരിപാടി അങ്ങനെയല്ല. ഐശ്വര്യക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ടീമിൽ വരാൻ വേണ്ടിട്ട്. അത് ഞാൻ ഇന്ന് സാധിച്ചു കൊടുത്തു. ഐശ്വര്യ പറയൂ, എന്താ പറയണ്ടേ? അന്ന് എന്നോട് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതല്ല, ഇന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ടീമിൽ വരാൻ. അങ്ങനെയല്ല, അതല്ല, ഇത് വേറെയാണ്.
എനിക്ക് ഗെയിം ചെയ്യണം. ഗെയിം ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അന്ന് ദീപൻ ചേട്ടന്റെ ടീമിലായിരുന്നു. ഇന്നിപ്പം ടീം മാറി നമ്മുടെ സൂര്യചേട്ടന്റെ ടീമിലായിരുന്നു. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. അത് താല്പര്യം അന്നുണ്ടായതിന്റെ ഒരു മാറ്റമല്ല ഇന്ന് വന്നത്. എവിടെയായാലും ജയിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടപ്പാടില്ലെന്ന് പറഞ്ഞതുപോലെയാണ് ഐശ്വര്യ. എവിടെ ഗെയിം ഉണ്ടോ അവിടെ ഐശ്വര്യം. എനിക്ക് ടീമൊന്നുമല്ല പ്രശ്നം. ഏത് ടീമാണോ ആ ടീമിനെ ജയിപ്പിക്കുക. അതാണ് ഐശ്വര്യ. തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ഒരുപാട് സിനിമകളിലെ മുഖം കാണിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അഡാർ ലവിലെ ടീച്ചർ നമ്മുടെ സ്വന്തം റോഷ്ന ഇരിക്കുന്നുണ്ട്. റോഷ്നയാണ് ഇന്നത്തെ മറ്റൊരു സൂപ്പർ താരം. നമ്മുടെ അഡാർ ലവില് റോഷന ഈ വിങ്കിൾ സ്റ്റാർ ആയതുപോലെ എന്തെങ്കിലും ഈ പൊക്കാൻ താല്പര്യമുണ്ടോ? ഐബ്രോസ് ശരിക്കും പറഞ്ഞ അന്ന് പ്രിയ അങ്ങനെ പൊക്കിയ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ നമുക്ക് ഒന്ന് പിരികം പൊക്കി നോക്കായിരുന്നു? സത്യം പറ, ആ സിനിമയിൽ അത് വൈറലായതിനു ശേഷം വീട്ടിൽ പോയി കണ്ണാടി ട്രൈ ചെയ്തിട്ടുണ്ടോ? പിരികം പൊക്കാനോ? ഇല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. വേറെ എന്താണ് ട്രൈ ചെയ്തത്? വേറെ ട്രൈ ചെയ്യാൻ ആ സിനിമയിലോ? അല്ല ഇതുപോലെ വൈറലാവാൻ വൈറലാവാനോ? ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല, കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ട്. പൈനാപ്പിൾ തല പോലെ ഇരിക്കുന്നതാ അത് ഞാൻ അങ്ങനെ ആക്കിയതാണ്. പൈനാപ്പിൾ പോലൊരു അങ്ങനെ ആക്കിയതാണ്. പക്ഷെ പൂച്ച കണ്ണുണ്ട്, അത് വേറെ വെറൈറ്റി. അത് ഞാൻ സ്കാൻ ചെയ്തു, എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ പേരൊരു വല്ലാത്തൊരു പേരാണ്. നീ രണ്ട് വട്ടം രാവിലെ പച്ച ഇറക്കൽ യൂസ് ചെയ്തിട്ടാ പേര് പറയാ. അല്ല, നമുക്കിന്ന് ടങ് ട്വിസ്റ്റർ ഗെയിമിന് പകരം ഈ പേരാക്കിയാലോ. ഷാഹിസിയ ഒരു ടെലിവിഷൻ അവതാരികയാണ്. അതുപോലെ തന്നെ സിനിമകളിലൊക്കെ ഒരുപാട് പ്രസൻസ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. സൂപ്പർ താരാണ്. പറയൂ, ടെലിവിഷൻ അവതാരം പറയൂ, എന്താണ് ഈ ടെലിവിഷൻ അവതരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയൂ. ഫസ്റ്റ് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അതിനനുസരിച്ച് അവതരിപ്പിക്കാം പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ടീം എയും ടീം ബിയും അതിഗംഭീരമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ ഇവിടെ റെഡിയാണ്. എനിവേസ്, നമ്മുടെ ആദ്യ മത്സരത്തിന്റെ പേരാണ് നമ്മുടെ സവാരിഗിരി മത്സരത്തിന്റെ ബാക്കി ആചാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ആചാരം മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. That is Bahubali Boys. സവാരി ഗിരിഗിരി മത്സരം തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടീം മെമ്പേഴ്സിനും അതുപോലെ കാണുന്ന പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ 2 ബീക്കറുകൾ നിങ്ങൾക്ക് കാണാം. ഈ സൈഡിലുള്ളത് റെഡിന്റെ നമ്മുടെ ടീമിന്റെ ടീം ബിയുടേതാണ്. അപ്പുറത്തെ സൈഡിലുള്ളത് ടീം എയുടെ ബീക്കറാണ്. 12 ബക്കറ്റ് വെള്ളമുണ്ട് ഇവിടെ. ഈ വെള്ളം ആ ബീക്കറുകളിൽ യഥാക്രമം നിറക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഏറ്റവും കൂടുതൽ ബീക്കറിൽ വാട്ടർ നിറയ്ക്കുന്ന ടീമിന് കിട്ടുന്ന 300 പോയിന്റ്സ് ആണ്. ഈ 12 ബക്കറ്റ് വെള്ളമുണ്ട്. നിങ്ങൾ പോകുമ്പോൾ 2 ബക്കറ്റ് വെള്ളമായിട്ട് പോവുക. ഇൻ കേസ് ഈ പോകുന്ന വഴിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങുക, തിരിച്ച് ബക്കറ്റ് കളക്ട് ചെയ്യുക, ഈ റാമ്പ് ഫിനിഷ് ചെയ്യുക, എന്നിട്ട് മാത്രം തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീമിൽ നിന്ന് അടുത്ത മെമ്പറിന് പോകാൻ ചാൻസ് കിട്ടുന്നതാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഈ സെൻട്രൽ പൊസിഷൻ കീപ്പ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ സവാരി ഗിരിഗിരി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മത്സരിക്കാനായിട്ട് ഞാൻ ആദ്യം ക്ഷണിക്കുന്ന ടീം എ മെമ്പേഴ്സിനെയാണ്. ഷാലു, എന്ത് കണ്ടിട്ട് തോന്നുന്നു നമ്മുടെ ഈ ബാഹുബലി ബോയ്സിനെയും ഈ റാം വോക്കും കണ്ടിട്ട്? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നടന്ന് തന്നെ പോണോന്നുണ്ടോ? വേണ്ട, കിടന്നിട്ട് ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം, ബക്കറ്റിൽ വെള്ളം അവിടെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യുക, ഈ റാം വോക്ക് ഫിനിഷ് ചെയ്യുക, ഇവിടുന്ന് ബക്കറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക, സെൻട്രൽ പൊസിഷൻ കീപ്പ് ചെയ്ത് പോകുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ടീം എയില് ഷാലുവിനെ തന്നെ നമുക്ക് ആദ്യം വിടാം. ഷാലു കിടന്നിട്ട് ഉരുണ്ടിട്ടാണ് അവിടെ എത്തിക്കാൻ പോണത് അല്ലേ? നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. ഷാലു, വീട്ടില് ബക്കറ്റ് വെള്ളമൊക്കെ എടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അമ്മായിയമ്മ ഇത് കണ്ട് സന്തോഷിക്കുകയായിരിക്കും. ഷാലു, your time starts now. 1 2 3 go. Very good, Shalu. Very good, Shalu. Hey, ബക്കറ്റ് കളയല്ലേ? ഇറങ്ങി ഷാലു. ഷാലു ഇറങ്ങി. ഷാലു കമ്പഴുത്ത് വെക്കോ. ഷാലു ഉരുള്. ഷാലു അവിടെ ഇറങ്ങി. ഇത് ഇഷ്ടപ്പെട്ടു വരുന്നു. ഇതില്ല കേട്ടോ, ഇത്ര ഇഷ്ടപ്പെട്ടില്ല.
ഐശ്വര്യൊക്കെ വന്നിട്ട് ഇപ്പൊ സ്കോർ ചെയ്യും. ഇപ്പൊ നോക്കിയോ, എന്നെ നാണം കെടുത്തരുത്. ഇവന്റെ വായിരിക്കുന്ന തകർക്കണം. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിന് പോയിക്കണം. ഞാൻ പറയാം, എൻജോയ് ചെയ്യുന്നത് അത്ര എൻജോയ് ചെയ്യണ്ട കേട്ടോ. Your time starts now. 1, 2, 3, go. അടുത്ത പഞ്ചായത്തിലെ തെങ്ങ് നടക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊണ്ടുപോയത്. ഇനി അവിടുന്ന് കയറിക്കോ. നമ്മൾ തോൽക്കരുത്, നാണക്കേടാണ്. അവർ ഇതിനേക്കാളും വെള്ളം നിറയ്ക്കുക. സോ നാണം കെടുത്തരുത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Your time starts now. 3, 2, 1, go. നല്ല ആളാണ്. ഇത് ഊജാലാട്ടോ. ഉള്ളില് ബാഹുബലിയാണെങ്കിൽ പുറത്ത് ബല്ലാദേവനാണ്. രണ്ട് ബക്കറ്റ് വെള്ളം നിറച്ചില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ്. ബാഹുബലി ബോയ്സിന് ഇടി കിട്ടിയത് കാരണം കുറച്ച് ക്ഷീണമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാലുവിന്റെ അതിപ്രകരമായിട്ടുള്ള ഇടിയിൽ ബാഹുബലി ബോയ്സ് കുറച്ച് തളർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ധനുഷ, ഓൾ ദ ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. സവാരിഗിരി മത്സരത്തില് കുട്ടികൾ ഈ മത്സരം കഴിയുമ്പോൾ ചെറുതായിട്ട് ക്ഷീണിക്കും. പക്ഷേ ഇവർക്ക് ബക്കറ്റും വെള്ളം കയ്യിൽ നിന്ന് പോയെങ്കിലും അവരുടെ എനർജി ഉണ്ട്. ഇവന്മാർക്കിട്ട് രണ്ട് അടി ബക്കറ്റ് കൊണ്ടും കൈ കൊണ്ടും എല്ലാം കൊടുക്കും. നിങ്ങൾ എന്താ കഴിക്കുന്നത്? നീ ആലോചിച്ചൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ബാഹുബലി വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ ആ ഒരു ലെവലിൽ കൊടുത്തിട്ടുണ്ട്. എടേ, ഈ ബക്കറ്റും വെള്ളം അവിടെ എത്തിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കുള്ളൂ. ഒരാളുടെ ബക്കറ്റെങ്കിലും അവിടെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഐശ്വര്യൊക്കെ ആചാന ബാഹുക്കളാ. Your time starts now. 3, 2, 1, go. ബാഹുബലി ബോയ്സുമായിട്ടുള്ള മത്സര പോരാട്ടമാണ് ഇവിടെ ടീം എ കാഴ്ചവെച്ചിരിക്കുന്നത്. മത്സരമല്ല, യുദ്ധം. യുദ്ധ പോരാട്ടമായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാണ്ട്. കാരണം ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു സ്ട്രാറ്റജി ഒക്കെ ഇവർ ഉപയോഗിച്ചു. ഷാലു, എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ, കാരണം നിരങ്ങി പോകാന്നൊക്കെ അതാ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു. പല ഐഡിയയും കൊണ്ടുവന്നു, പക്ഷെ ഒന്നും നടന്നില്ല. നിരങ്ങിലൊന്നും നടക്കത്തില്ല. എവിടെയാണ് ഐഡിയയും ബക്കറ്റും കൂടെ വീണത്? ആദ്യം വീണെടുത്ത് തന്നെ. സോ
ഈ പ്രഹരം ഏറ്റ് കാരണം ഇതിനകത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അപായം പറ്റിയെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. This is Boing co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing co-powered by Damro Furniture. അങ്ങനെ ഒന്നാമത്തെ റൗണ്ടിൽ നിന്റെ ടീമിന്റെ അംഗം കഴിഞ്ഞു. ഇനി എന്റെ ടീമിലെ ചുണക്കുട്ടികൾ ആ ബീക്കർ നിറഞ്ഞിട്ട് എക്സ്ട്രാ ബീക്കർ വാങ്ങാനുള്ള അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച കാണാം. ആ എക്സ്ട്രാ ബീക്കർ വാങ്ങിക്കാൻ പോകുന്ന കുട്ടികൾ ടീം ബി, പ്ലീസ് കം. സൂരജ്, നിന്റെ കുട്ടികൾ ഭയങ്കര ചുണക്കുട്ടികളാണ്. ഈ സ്കൂളിൽ ഡ്രില്ല് വിടൂലേ, ഡ്രില്ലിന് വിടുമ്പോൾ പിള്ളേർ വരുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ഒരു ചാടി എനർജിയുള്ള കുട്ടികളാണ്. ഞാൻ എക്സ്ട്രാ ബീക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം അതിൽ നടക്കാൻ. അടുത്തുള്ള എന്തെങ്കിലും പറയാനുണ്ടോ ഈ ബാഹുബലി ബോയ്സിനോട്? ഒന്നും പറയാനില്ല. അങ്ങനെ എന്റെ ചേട്ടന്മാരെ, എന്റെ ചക്കര ചേട്ടന്മാരെ, ഞങ്ങളൊന്ന് അവിടം വരെ ഇത് റൊമാൻറ്റിക് ലൈനാ. നേരത്തെ ആങ്ങളവങ്ങളായിരുന്നു. ഐശ്വര്യയുടെ ആദ്യത്തെ ബക്കറ്റ് വെള്ളം എടുക്കാൻ പോകുന്നത്. ഐശ്വര്യമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാം. നന്നായി ചെയ്തോളാം. അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പോയി മര്യാദക്ക് ജയിക്കുമായിരുന്നു. അവന്റെ ആ പേട്ട കാലിൽ പിടിച്ച് എല്ലാം എന്റെ കുട്ടി നേടും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹലോ, അങ്ങനെ വേണ്ട. ഈ മത്സരം ചാടുന്നത് ഇവിടെ കുറച്ച് ആചാരങ്ങളുണ്ട്. ഗോ പറയും മാത്രമേ പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Good. Finish. Oh. Your time starts now. 3, 2, 1, go. ലാസ്റ്റ് ഒരു തുള്ളി വെക്കല്ല, എടുത്തോ. ബാഹുബലിയെ വീഴ്ത്താൻ പോയിട്ട് സ്വയം വീണ. എങ്ങനെ വന്ന നടിയായിരുന്നു. ഇപ്പൊ പോകുന്ന പോക്ക് ഉണ്ടോ? അവർക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. ചിന്തിക്കാനുള്ള ഗ്യാപ്പ് മാത്രമല്ല, ഇവർക്ക് പ്രവർത്തിക്കാനുള്ള ഗ്യാപ്പും കൊടുക്കരുത്. Your time starts now. 3, 2, 1, go. ഓക്കെ, കേറിക്കോളൂ. ബക്കറ്റ്. ഓക്കെ, your time starts now. 3, 2, 1, go. പൈനാപ്പിളിന്റെ തലയുള്ള കുട്ടി. ആ വിജൃംഭിച്ച മുഖം ഒന്നുകൂടെ കണ്ടേ. സാധാരണ ഈ കുട്ടി വന്നിരുന്നപ്പോ തലമുടി എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എല്ലാ മുടിയും കൂടെ ഇങ്ങനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറയട്ടെ. 3, 2. ഒരിക്കൽ കൂടെ എന്നോട് പറയൂ ചേട്ടാ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3, 2, 1. നീ പോകണേ. ഗോ. അയ്യോ സൂപ്പർ. കളയല്ല. എന്നിട്ടും ആ കോപ്പി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ബാഹുബലിക്ക് ഇല്ലാത്ത മൂടുണ്ടാക്കി. അവനൊന്നും ജീവിക്കരുത്. അവന് തീർത്തേക്ക് അവനെ കൊന്ന പല്ലേക്ക് കിട്ടി. അത് മാസ് അറ്റാക്കാണ്. സൂപ്പർ അറ്റാക്ക്. ഇനി ബക്കറ്റ് എത്തിയില്ലേ കുഴപ്പമില്ല, അവൻ തന്നെ കിട്ടി. Okay, Aishwarya. Your time starts now. 3, 2, 1, go.
ഈശ്വര, ഇതെന്താണ് ഇങ്ങോട്ടല്ല അങ്ങോട്ട്? ബാഹുബലിയെ കൊന്നേ, ബാഹുബലിയെ കൊന്നേ, ബാഹുബലിയെ കൊന്നേ. ഐശ്വര്യ അവര് തോറ്റു കേട്ടോ. ഐശ്വര്യയുടെ ആ വീറിനും വാശിക്കും മുമ്പിൽ അവർ തോറ്റു. സൂപ്പർ സൂപ്പർ, അടിപൊളി. ബാഹുബലിയെ തോപ്പിച്ചേ, ബാഹുബലിയെ തോപ്പിച്ചേ. റോഷ്ന, റോഷ്ന പൊളിക്കണം. Your time starts now. 3, 2, 1, go. റോഷ്ന എണീക്ക്, എണീക്ക്. മിസ് ചെയ്യല്ല, മിസ് ചെയ്യല്ല. ലാസ്റ്റ് നേരത്തെ ആ എനർജി കംപ്ലീറ്റ് ആവാഹിച്ചിട്ട് പൊളിക്കണം കേട്ടോ. ഇതിൽ തകർക്കണേ. ഞാൻ പറയട്ടെ. Your time starts now. 3, 2, 1, go. പോട്ടെ പോട്ടെ പോട്ടെ, കളയല്ല കളയല്ല കളയല്ല, കളയരുത് കളയരുത്. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഓസം ഓസം ഓസം, സൂപ്പർ. സൂര്യനേക്കാൾ മസിൽ ഉണ്ടല്ലോ. അത്രയല്ല ഉണ്ടാ. ഇങ്ങോട്ട് ബൈസെപ്സ് ഒക്കെ നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? അല്ല എനിക്കുണ്ട്, ഞാനിത് ഊരാൻ മടിയായി. ഇത് കണ്ടോ? സത്യം പറ, ഇവന്മാരെ പുറത്ത് കിട്ടിയ നന്നായിട്ട് കൊടുക്കുവോ? ഉറപ്പായിട്ടും ഒന്നും ചെയ്യില്ല. പാവങ്ങള്. ഞാൻ വിചാരിച്ചു വലിച്ചു കീറി ചോരല് 4 ഒട്ടിച്ചേരുന്നു. അത് ഇവിടെ റെഡി കിട്ടി, അതുകൊണ്ട് ഞാൻ കൊടുത്താ. ഓക്കെ, എന്നാലും ആടേപൊളി ആടേപൊളി. അപ്പൊ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള മാസ് പെർഫോമൻസ് ആയിരുന്നു ടീം ബി കാഴ്ചവെച്ചത്. പക്ഷേ ഈ മത്സരത്തിന്റെ അവസാനത്തെ വിജയം നമുക്ക് അറിയണ്ട, കാരണം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി കാണും. എന്നാലും നമ്മുടെ ഒരു ചടങ്ങെന്ന രീതിയിൽ ഞാനും സൂരജും ആ ബീക്കർ പോയി ഒന്ന് മെഷർ ചെയ്തിട്ട് തിരിച്ചു വരാം. എന്തായാലും ടീമിന്റെ മത്സരം നമുക്ക് അവസാനിച്ചു. അവിടെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ അത് പറയുന്നതിന് മുന്നേ ടീം എയും കൂടെ കൊണ്ട് ക്ഷണിക്കാം. ടീം എ പ്ലീസ് കം. ഈ പൂരത്തിന്റെ അവസാനം നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? ഞങ്ങളുടെ കയ്യിൽ ഇത് വ്യക്തമാണ്. ടീം ബി ആണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. ഇതുവരെ നമ്മുടെ സവാരിഗിരി റൗണ്ടിൽ ടീം ബി ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ജയിക്കുന്നത്. വേറെ ലെവല്. എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി ടീം ബിക്ക് കിട്ടിയിരുന്ന 300 പോയിന്റ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻ. പക്ഷേ ഈ ചിരിക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. This is Boing co-powered by Damro Furniture. Have a short break. Welcome back to the show. This is Boing co-powered by Damro Furniture. എന്തായാലും വളരെയധികം ഭയങ്കര എൻജോയ് ചെയ്ത എനർജറ്റിക് പിള്ളേരാണ് ടീം ബി. ടീം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് എനർജി ഉണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ ഒരു ലെവലും കൂടുതലായി പോയി. നിങ്ങൾ ജിമ്മിൽ പോണില്ലേ? ഞങ്ങൾ പോണില്ല. അവര് വില്ലത്തര ഈ പ്ലാൻ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ അടിച്ചിട്ടുണ്ടോ? അടിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറഞ്ഞു, പക്ഷെ അടി വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അടിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ. പക്ഷെ അത് എവിടെയാണ് അടിക്കുന്നത്? ഡോങ്ങിൽ അടിക്കണം. ഓക്കെ, ആ മത്സരത്തിന്റെ പേരാണ് തോമസ് കുട്ടി വിട്ടട. തോമസ് കുട്ടി വിട്ടോട മത്സരത്തിൽ മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു ഷാലു കുര്യൻ ആൻഡ് ടീം ബിയിൽ നിന്ന് ഐശ്വര്യ.
ഷാലു ആൻഡ് ഐശ്വര്യ, ചോദ്യം ഇതാണ്. കിലുക്കം എന്ന സിനിമയിൽ രേവതി അങ്കമാലിയിലെ അമ്മാവൻ ആരെന്നാണ് പറയുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 റൺ. ക്ലാസിക്കൽ ഡാൻസറാണ്, എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ ഷാലു ഡാൻസ് കളിക്കുന്നപ്പോൾ ഷാലു ക്ലാസിക്കൽ മാത്രമല്ല ഫോക്ക് ഡാൻസ് കളിക്കുന്നു, മാസായിട്ട് കളിക്കുന്നു. അപ്പൊ ഐശ്വര്യയെ നല്ലൊരു സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാം. ഷാലു ഒരു സിനിമാറ്റിക് ഡാൻസ് ഐശ്വര്യക്ക് പഠിപ്പിച്ചു. അപ്പോ മ്യൂസിക് പ്ലീസ്. രണ്ടുപേരുടെയും അതിഗംഭീരമായിട്ടുള്ള ഡാൻസ് പഠിത്തം കഴിഞ്ഞു. പക്ഷെ രണ്ടുപേരും കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഡാൻസ് പഠിക്കണോ അതോ ഡോങ്ങിൽ അടിക്കണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു സ്വാതി, ടീം ബിയിൽ നിന്ന് റോഷ്ന. ചോദ്യം പറയട്ടെ, നിറയെ ദ്വാരങ്ങൾ ഉണ്ടെങ്കിലും വെള്ളം എടുക്കാൻ കഴിയുന്ന സാധനം എന്താണ്? ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. There are many holes, even we can take water in that. ഓക്കെ, കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞു ചിലപ്പോൾ ആൻസർ കൂടെ പുറത്തു പോരും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 റൺ. ഓട് 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 സ്വാതി ഓട്. ഓട് മോളെ. നിറയെ ദ്വാരങ്ങൾ ഉണ്ടെങ്കിലും വെള്ളം എടുക്കാൻ കഴിയുന്ന സാധനം എന്താണ്? ഈ ഉത്തരം ശരിയാണോ? തോമസ് ഇട്ടുള്ള റൗണ്ടിൽ അവസാനമായിട്ട് മത്സരിക്കാൻ വേണ്ടി ടീം എയിൽ നിന്ന് ദാനിഷ ആൻഡ് ടീം ബിയിൽ നിന്ന് ഞങ്ങളുടെ മസിൽ മാനി ഷാഹി. ചോദ്യം ഒരു ടങ് ട്വിസ്റ്റർ ആണ്, നാക്കുടക്കി. അപ്പോൾ റൺ കേട്ടതിന് ശേഷം പോയി ഡോങ് അടിക്കുക. ആരാണ് ഡോങ് അടിക്കുന്നത് അവർക്കാണ് ടങ് ട്വിസ്റ്റർ പറയാനുള്ള അവസരം കിട്ടുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 റൺ. റൺ 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 റൺ. ചോദിക്കട്ടെ, അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അത് സ്പീഡിൽ 5 പ്രാവശ്യം പറയാം. അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സ്പീഡിൽ 5 പ്രാവശ്യം പറയാ. അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അതാ സൈക്കിൾ റാലി പോലൊരു ലോലി ലോലി ലാലി ലോലി ലാലി 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 ലേ ലാലി. അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അതാ സൈക്കിൾ റാലി പോലൊരു റോലി റാലി. സൈക്കിൾ റാലി പോലൊരു റോലി റാലി. അതാ സൈക്കിൾ റാലി ഓക്കേ, നമ്മുടെ മസിൽ മസിൽ. അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 റാലി പോലൊരു ലോറി റാലി. ഓക്കെ, ഇത് ആ ഡോങ് അടിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ 50 പോയിന്റ്സ് കിട്ടില്ല. അപ്പൊ രണ്ടുപേർക്കും പോയിന്റ്സ് ഇല്ല. രണ്ടുപേർക്കും അടാറ് പണിഷ്മെന്റ്. ഞാൻ ഒരു പണിഷ്മെന്റ് പറയാം. ഞങ്ങളുടെ മസിൽ മാണി അവിടുന്ന് ബോഡി ഷോ കാണിക്കും. ബോഡി ഷോ വിത്ത് മ്യൂസിക്. വെള്ളത്തിൽ നിന്നിട്ടുള്ള ഒരു മസിൽ ഷോ. ഒരു മിസ്റ്റർ പോഞ്ഞിക്കര, വെള്ളത്തിൽ നിന്നിട്ട് മിസ്റ്റർ പോഞ്ഞിക്കരെ കാണിക്കാൻ എന്റെ മസിൽ മാണി. നിന്റെ ടീമിന് നീ എന്താ കൊടുത്തോ? ഓക്കെ, എന്റെ ടീം ഇത് കണ്ടിട്ട് മൊത്തത്തിൽ പഞ്ഞി കിടുന്ന പോലെ. മ്യൂസിക് പ്ലീസ്.
റെഡി सोगाड़ा तारा छबीला तारा रंगीला तारा रंग वेद जुए तारी बात सोगाड़ा तारा ओरे छबीला तारा ओरे रंगीला तारा रंग वेद जुए तारी बात रे छुप छुप के तुम्हें देखा मैं करूं सारी सारी रात छुप छुप के मुझे देखा तू कर सारी सारी रात मिल जाए मुझको अगर साथ ഈ പണിഷ്മെന്റ് അത്ര സുഖമായില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു ചാൻസ് തരുന്നത് ഇയാള് ഒരു റൊമാൻറ്റിക് ഹീറോ, യു ആർ പോഞ്ഞിക്കര, അത് ഇയാളുടെ പാർട്ണർ റൊമാൻറ്റിക് ഹീറോയിൻ. യു ആർ മിസ്റ്റർ പോഞ്ഞിക്കര ആൻഡ് യു ആർ മിസ്സിസ് പോഞ്ഞിക്കര. ഓക്കെ, ഒരു റൊമാൻറ്റിക് മ്യൂസിക് പ്ലീസ്. ദീപ, എനിക്ക് നാണാവണു. നിനക്ക് നാണാവുന്നോ? എനിക്ക് അളിയ നാണമില്ല. കഴിഞ്ഞ ജന്മത്തിൽ നീ ആൺകുട്ടിയായിരുന്നോ? ചെറുതായിട്ട്. എനിക്ക് ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ, കഴിഞ്ഞ നീ ഇവന്റെ ഭാര്യയായിരുന്നോ? നിങ്ങൾ തമ്മിൽ എന്താ കെമിസ്ട്രി? വാട്ട് കെമിസ്ട്രിയാ? ഞാൻ അടുത്ത ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? നിങ്ങൾ എപ്പോഴും ഇതുപോലെയാണ്? ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെയാണ് എനിക്കൊരു ആഗ്രഹം. എല്ലാ ടൈപ്പും ചെയ്യും. റൊമാൻറ്റിക്കും എപ്പോഴും ചെയ്യുന്ന റൊമാൻറ്റിക് ആണ്. എല്ലാം ചെയ്യും. എനിക്കൊരു ഭീകരമായ ആഗ്രഹം, അതായത് ഇവര് ആ വെള്ളത്തിൽ ഇരുന്നിട്ട് കഴിഞ്ഞാൽ റൊമാൻസ് സീൻ ഉണ്ടല്ലോ. നിനക്ക് ഞാൻ കുട്ടിയോട് വെള്ളത്തിൽ ചെയ്യും. അല്ല, എനിക്ക് വെള്ളത്തിൽ ചെയ്യണ്ട, പക്ഷെ അവളെ എടുത്തു പൊക്കിയൊരു സീൻ ഉണ്ടായിരുന്നു. എന്നെ എടുത്തു പൊക്കോ പ്ലീസ്? പ്ലീസ് എന്നെ റൊമാൻറ്റിക് ആക്കൂ. തോമസ് കുട്ടി വിട്ടോട മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ടീം എ നടിക്കുന്നത് 50 പോയിന്റ്സ് ആണ്, ടീം ബിയും 50 പോയിന്റ്. പക്ഷേ ഈ മത്സരത്തിനും സന്തോഷത്തിനും ചിരിക്കും ഞങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ദിസ് ഇസ് ബോയിങ് ബോയ് co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boeing co-powered by Damro Furniture. 2 റൗണ്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഏറ്റവും മാസീവ് റൗണ്ട്, മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. താമരശ്ശേരി ചുരം. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും ബോൾ കയ്യിലെടുത്തോളൂ. Your time starts now. 3, 2, 1, go. മസിൽമാൻ ഒരുമിച്ച് വന്നോ? മസിൽ ഐശ്വര്യ. ഓക്കെ, ഐശ്വര്യയുടെ കാലായാലും പിടിക്കാം. ഓക്കെ, ഗുഡ് ജോബ്. ബോൾ
Good job, good job, good job, good job. Team B, good job. Ball miss ചെയ്യരുത് ഐശ്വര്യ, ball miss ചെയ്യരുത്. Good job, good job. Good finish, good finish. Good job, super, super. Muscleman, Fireman ജയിച്ചേ, Fireman ജയിച്ചേ. Only 1 minute. Wow, very good. Shahid, very good. Very good, Shalu, very good. Yes, good, good, very good, very good. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. മക്കളെ, താമരശ്ശേരി ചുരം വന്നോട്ടെ. வாசத்தில் மல்லி இவ உனக்காக மட்டும்தான் பூத்து நிற்ப பஞ்சாபி பீஸாவா பாலக்கல் பாஸ்தாவா இட்டாலி இட்லியா ஃபியூஷன் லிவா ஹாலிவுட் ஃபைண்டரி பாலிவுட் ட்ரெயின் மாறி காலிவுட் எனக்காக வந்தவளே தேசி 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 கால் தேசி 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 கால் അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി. താമരശ്ശേരി ചുരം കയറി ഇറങ്ങി പൊളിച്ചടുക്കി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വീണ്ടും വന്ന് വെള്ളത്തിൽ വിടുന്നു, കയറുന്നു. പിന്നെ ഞാൻ കരുതി നിങ്ങൾ എന്നെ ചതിച്ചു എന്ന്. കാരണം ആരും കയറില്ലെന്ന് ഞാൻ ലാസ്റ്റ് വിചാരിച്ചു പോയി. ഒരു നിമിഷം നിങ്ങൾ ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ കയറണമെന്ന് വിചാരിച്ചു. അടുത്ത ആള് റോഷ്ന, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. മൊത്തം മത്സരം അല്ല, ഇവരെയൊക്കെ തള്ളിവിടാൻ നിന്നതുകൊണ്ട് കഴിഞ്ഞ മണി കയറിയിട്ടില്ലേ? പിന്നെ കഴിഞ്ഞോടെ ഈ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് പോയി. അടിപൊളിയെന്ന്. വേറെ എന്തെങ്കിലും കൂടെ പറയും. പൊളിച്ചടിക്ക് തിമിർത്ത് തിമിർത്ത്. തിമിർത്ത്. ഓക്കെ,
അപ്പൊ മത്സരം അവസാനിക്കുമ്പോൾ ടീം എയുടെ എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നത് ഷാലു ആദ്യമായിട്ട് വരുന്നത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഗെയിം ഏതാണ്? ഇതിന്റെ പേരറിയത്തില്ല. സവാരി ഗിരിഗിരി. അവന്മാർക്ക് അടി കൊടുത്തതാണോ അടി ഇങ്ങോട്ട് കിട്ടിയതാണോ? അടി കൊടുത്തത്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ആ ഒരു റിസൾട്ടിലേക്ക് പോണത്. ഞാൻ സത്യസന്ധമായിട്ട് കുറച്ച് ആവേശം കൊണ്ടോട്ടെ, തെറ്റ് വരുന്നത്. കാരണം എന്റെ വീട്ടിൽ 2 കസിൻസ് കുട്ടികൾ, മക്കളെ ഇത്തവണ മാമൻ ജയിച്ചിട്ടാണ് വരുന്നത്. എന്റെ കുട്ടികൾ എന്നെ ജയിപ്പിച്ചു, കാരണം എന്നെ വീട്ടിൽ കേട്ടിട്ടില്ലായിരുന്നു അവര്. അപ്പൊ സ്കോർ ഇതേ. ഒന്നാമത്തെ റൗണ്ടില് ടീം എ എല്ലാം 0 നേടിയപ്പോ ടീം ബി 300 പോയിന്റ് നേടി. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ 2 ടീമും 50-50, ടീം എ ആൻഡ് ടീം ബി 50-50. ആൻഡ് റൗണ്ട് 3-ല് 2 ടീം ഒരേ പോയിന്റ് 400. അപ്പോ മാറി മറിഞ്ഞ ഈ ഒരു മത്സരത്തിൽ ടീം ബി 750 പോയിന്റാണ് ചാമ്പ്യൻസ് ആൻഡ് ടീം എ 450 പോയിന്റ്. ഈ മത്സരത്തിന്റെ വിജയി ടീം ബി ആണ് വിജയിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ബോയിന്റെ ഇന്നത്തെ മത്സരം അവസാനിക്കും. The best performer goes to ഷാഹി സിയ. ഷാഹി സിയക്ക് കിട്ടുന്ന സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ് കിട്ടാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ് ഷാഹി സിയക്ക് കിട്ടുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള സമയമാണ്. നാളെ ഞങ്ങൾ വീണ്ടും തുറക്കുന്നതാണ്. അതുവരെയ്ക്കും ദിസ് ഈസ് ബോയ് co-powered by Damro Furniture. Signing off, Deepan Murali and Suraj.